ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി ഡെസേർട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആർക്കും തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന എന്താ പറയുക, അടുപ്പ് പോലും കത്തിക്കണ്ടെന്ന് പറയാം, അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് കണ്ടു നോക്ക്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈദിനും അതുപോലെ തന്നെ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, അത്രയും ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു പാക്കറ്റ് ചൈന ഗ്രാസാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാർട്ട് മാത്രമേ കുക്കിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് നമുക്ക് ഒരു അരക്കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് കുതിർത്ത് വെക്കാം. അപ്പോൾ ഇത് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കുതിർത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും കേട്ടോ. കൂടുതൽ ടൈമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റൊക്കെ കുതിർത്ത് വെച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് മെൽട്ടാക്കി എടുക്കുമ്പോൾ മെൽട്ടായി കിട്ടും. ഇങ്ങനെ കുതിർത്തിട്ടില്ലെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം എന്താ പറയുക വേവിക്കേണ്ടി വരും കേട്ടോ. നമുക്ക് മെൽട്ടാക്കാൻ കുറച്ച് സമയം കൂടുതൽ വേണ്ടി വരും. അതിൽ ചില ടൈമിൽ കാണുന്നില്ലേ, അത്രക്കങ്ങ് വേവാത്ത പോലെ, അങ്ങനെ ഒരു മെൽട്ടാവാത്ത പോലെ മേലെയൊക്കെ പൊന്തി വന്നിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതിങ്ങനെ കുതിർത്ത് വെച്ചാൽ മതി കേട്ടോ, നന്നായിട്ട് തന്നെ മെൽട്ടായി കിട്ടും. അപ്പോൾ അരക്കപ്പ് വെള്ളത്തിൽ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാന് അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലോട്ട് ഇത് നമ്മളെ ഇളനീറിൻ്റെ വെള്ളമാണ് കേട്ടോ. അപ്പോൾ 2 കപ്പ് ഇളനീറിൻ്റെ വെള്ളമുണ്ട്. ഞാൻ 3 ഇളനീറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക, ഓരോ ഇളനീറിൻ്റെ ഓരോ കാമ്പും അതൊക്കെ വ്യത്യാസമല്ലേ. അപ്പോൾ ഞാൻ 2 കപ്പ് നിറച്ച്, അതായത് ഒരു 1/2 ലിറ്റർ ഇളനീറിൻ്റെ വെള്ളം എടുത്തിട്ട് അതിലോട്ട് അരക്കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ച ഈ ചൈന ഗ്രാസിലെ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് തന്നെ മെൽട്ടായി കിട്ടും കേട്ടോ, കുതിർത്ത് വെച്ചുകൊണ്ട് തന്നെ. ഇനി ഒരു പഞ്ചസാരയും ചൈന ഗ്രാസൊക്കെ മെൽട്ടാകുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇത് ഞാനിവിടെ 2 ട്രേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നിങ്ങൾക്ക് വലിയ ട്രേ ആണെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് ജെല്ലിയാക്കിയിട്ട് കട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത്ര കൂടുതൽ കട്ടിയിൽ വേണ്ട. ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാത്രം ഞാനിങ്ങനെ ഈ ഒരു ചൈന ഗ്രാസിൻ്റെയും ഇളനീറിൻ്റെയും വെള്ളം ഞാനിതിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായിട്ട് വരും കേട്ടോ, നല്ല ജെല്ലി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മുടെ പുഡിങ്ങിന് എന്താ പറയുക, നമ്മുടെ സൂഫിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്, ഒരു കുറച്ചൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ബൗളാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഫുള്ളായിട്ട് തന്നെ ജെല്ലിയാക്കിയിട്ട് എടുക്കാം. ഇനി വേറൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഞാൻ 3 ഇളനീറാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ ഒരു 3 ഇളനീറിൻ്റെ കാമ്പും ഈ ഒരു മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരത്തെ ബാക്കി വന്ന ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ 1 കപ്പ് പാല്, ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതാണ് ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലൊന്നും പിശുക്കണ്ട, നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഡെസേർട്ട് കഴിക്കണമെങ്കിൽ ഇതൊക്കെ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 1/2 കപ്പ് നിറച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് ചേർക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഇതിലോട്ടും കൂടി ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ മിക്സിയുടെ ജാറ് ചെറുതായിട്ടുണ്ട്, ഞാൻ വേറെ ജാറിലോട്ട് മാറ്റിയിട്ടാണ് ഇതൊന്ന് അടിച്ചെടുക്കുന്നത് കേട്ടോ. ഇതേ അപ്പോൾ നന്നായിട്ട് തന്നെ എല്ലാം കൂടിയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു എന്താ പറയുക, ഈ ഒരു സൂഫിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ക്രീമിന് തന്നെ ഭയങ്കര ടേസ്റ്റാണ്, കാരണം കണ്ടൻസ് മിൽക്കും ഫ്രഷ് ക്രീമും അതുപോലെ തന്നെ ഇളനീറിൻ്റെ പൾപ്പൊക്കെ അല്ലേ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിനുണ്ടാവാം. ഇനി നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിട്ടില്ലേ ചൈന ഗ്രാസ്, അത് ഞാൻ ഫ്രീസറിലോട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു 15 മിനിറ്റ്, അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് തന്നെ ഇങ്ങനെ ജെല്ലി ആയിട്ട് കിട്ടും കേട്ടോ. ഇനി ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. വലിയ പീസാക്കണ്ട, ചെറിയ ചെറിയ പീസാക്കുമ്പോൾ നമ്മളിത് കുടിക്കുമ്പം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ജെല്ലി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ഇളനീറിൻ്റെ വെള്ളത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണം മധുരം ചേർക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ചേർത്തത് മധുരത്തിൻ്റെ ഒന്നും അളവ് കറക്റ്റ് നോക്കണ്ട, കാരണം നിങ്ങൾ ഇളനീറിൻ്റെതും അതുപോലെ ആ ഒരു പൾപ്പിൻ്റെ ഒക്കെ മധുരത്തിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു ജെല്ലിക്ക് നല്ല മധുരം ഉണ്ടായി കഴിഞ്ഞാലാണ് ഈ ഒരു പുഡിങ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതേ കണ്ടില്ലേ, നല്ല അടിപൊളി ക്രിസ്റ്റലായിട്ടാണ് വന്നിട്ടുണ്ട്. അപ്പോൾ ജെല്ലിയൊക്കെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു ഇളനീറിൻ്റെ ജ്യൂസിലോട്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി തണുപ്പിച്ചിട്ട് വേണം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഫ്രീസറിൽ വെക്കരുത്, ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഐസ് ആയിപ്പോവും. അപ്പോൾ ഫ്രീസറിൽ വെക്കാൻ പാടില്ല, ഫ്രിഡ്ജിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു 2-3 മണിക്കൂർ, ഒരു 4-5 മണിക്കൂറായി അത്രയും നല്ല, എത്രയും തണുക്കുന്നോ അത്രയും നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഞാൻ എന്നും പറയുന്ന പോലെ ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്.
അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഇതിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇനി ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് കാണാം കേട്ടോ. അപ്പം അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.